എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് റെയിൽവേ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് RRB നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി ബിരുദ വിഭാഗത്തിൽ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. ആകെ 5710 ഒഴിവുകളാണ് നിലവിലുള്ളത്. ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ തസ്തികയിൽ 161 എണ്ണവും, സ്റ്റേഷൻ മാസ്റ്റർ തസ്തികയിൽ 615 എണ്ണവും, ഗുഡ്സ് ട്രെയിൻ മാനേജർ തസ്തികയിൽ 3416 എണ്ണവും, ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് തസ്തികയിൽ 921 ഒഴിവുകളും നിലവിലുണ്ട്. കൂടാതെ തന്നെ സീനിയർ ക്ലർക്ക് തസ്തികയിൽ 638 ഒഴിവുകളും, ട്രാഫിക് അസിസ്റ്റന്റ് തസ്തികയിൽ 59 ഒഴിവുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശമ്പളം ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസറിന്റെ 35,400, അതോടൊപ്പം തന്നെ സ്റ്റേഷൻ മാസ്റ്റർ 35,400 രൂപ വരെയാണ് അടിസ്ഥാന സ്കെയിൽ എന്ന് പറയുന്നത്. ഗുഡ്സ് ട്രെയിൻ മാനേജർക്ക് 29,200 രൂപ വരെയും, ട്രാഫിക് അസിസ്റ്റന്റ് 25,500 രൂപ വരെയും, ജൂനിയർ അക്കൗണ്ട്സ് കം ടൈപ്പിസ്റ്റിന് 29,200 രൂപ എന്നിങ്ങനെയാണ് ശമ്പള സ്കെയിൽ വരുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഈ മാസം 20-ാം തീയതി വരെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതി നവംബർ 22 ആണ്. അപേക്ഷാ ഫോമിൽ തിരുത്തലുകൾ വരുത്തുവാനുള്ള മോഡിഫിക്കേഷൻ വിൻഡോ നവംബർ 23 മുതൽ ഡിസംബർ 2, 2025 വരെ ലഭ്യമാകുന്നതാണ്. ഓരോ തസ്തികയിലും ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതാ മാനദണ്ഡങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് ഔദ്യോഗിക വിജ്ഞാപനത്തിൽ തന്നെ കൃത്യമായിട്ട് പരിശോധിക്കാവുന്നതാണ്. അവസാന പരീക്ഷയുടെ ഫലം കാത്തിരിക്കുന്നവർക്ക് ഈ ഒരു ഒഴിവുകളിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുന്നതല്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഒന്നാം ഘട്ട കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ DBT 90 മിനിറ്റ് ദൈർഘ്യമുള്ളതായിരിക്കും. ഇതിൽ ജനറൽ അവേഴ്സ്, മാത്തമാറ്റിക്സ്, അതോടൊപ്പം തന്നെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് എന്നീ 3 വിഭാഗങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. ജനറൽ വിഭാഗത്തിൽ നിന്ന് 40 ചോദ്യങ്ങളും, മാത്തമാറ്റിക്സിൽ നിന്ന് 30 ചോദ്യങ്ങളും, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗിൽ നിന്ന് 30 ചോദ്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. ഒന്നാം ഘട്ട CBTയിൽ ആകെ 100 ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. രണ്ടാം ഘട്ട CBT പരീക്ഷയിൽ ജനറൽ വിഭാഗത്തിൽ 50 ചോദ്യങ്ങളും, അതോടൊപ്പം തന്നെ മാത്തമാറ്റിക്സിൽ നിന്ന് 35 ചോദ്യങ്ങളും, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗിൽ നിന്ന് 35 ചോദ്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. രണ്ടാം ഘട്ട DBT പരീക്ഷയിൽ ആകെ 120 ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.